Hey, hello, welcome back to another video. The all new Ola S1 Pro Plus Gen 3 മോഡലാണ് ഈ കാണുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവർ ഒത്തിരിയേറെ ഫീച്ചേഴ്സ് ഈ ഒരു മോഡലിൽ കൊണ്ടുവന്നിട്ടുണ്ട് പ്രീവിയസ് മോഡലിൽ വെച്ച് നോക്കുമ്പോൾ. ആൻഡ് എക്സ്പെഷ്യലി ഇതിൻ്റെ കിലോമീറ്റർ റേഞ്ച് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആക്കിയാണ് ഈ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് മാത്രമല്ല സർവീസിലും കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ പ്രൈസിങ് സ്പെസിഫിക്കേഷൻസ് ഡിഫറൻസ് എന്തൊക്കെയാണ് പ്രീവിയസ് മോഡലിൽ വെച്ചാൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കിയാലോ. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് നമുക്ക് ഡിസൈൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രീവിയസ് മോഡലിന് വെച്ച് യാതൊരു ചേഞ്ചും ഇല്ല. നമുക്ക് ആ സെയിം ഡിസൈൻ തന്നെയാണ് ഈ ഒരു മോഡലും കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഡിസൈൻ വൈസ് ഒരു അപ്ഡേറ്റ് നൽകാൻ വളരെ ശ്രമിച്ചിട്ടില്ല. മെയിൻലി ഫീച്ചേഴ്സും ആ ഒരു സ്പെസിഫിക്കേഷനിലുമാണ് അവർ നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ്. ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ റേഞ്ച് തന്നെയാണ്. 320 കിലോമീറ്ററാണ് IDC റേഞ്ച് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. സോ ഒരു EV സ്കൂട്ടർ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഡീസൻറ്റ് റേഞ്ചാണ് നൽകിയിട്ടുള്ളത്. സോ ഒരു ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ ലോങ് റേഞ്ച് നിങ്ങൾ ഓടിക്കുകയാണെങ്കിൽ പോലും ഈ ഒരു റേഞ്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ആയിരിക്കും. ആൻഡ് മോട്ടറിൻ്റെ പ്രശ്നം നോക്കുകയാണെങ്കിൽ 13 കിലോ വാട്ടിൻ്റെ ഒരു പവർഫുൾ ആയിട്ടുള്ള മോട്ടറാണ് നൽകിയിട്ടുള്ളത്. 6 കളർ വേരിയൻറ്റിലാണ് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത്. ബാറ്ററി അവൈലബിലിറ്റി നോക്കുകയാണെങ്കിൽ 2 വേരിയൻസിൽ നമുക്ക് ബാറ്ററി അവൈലബിലിറ്റി ഉണ്ട് ഈ ഒരു മോഡലിൽ. ഒന്ന് 4 കിലോ വാട്ടിൻ്റെയും ഒന്ന് 5.3 കിലോ വാട്ടിൻ്റെയാണ് വരുന്നത്. അപ്പോൾ 141 കിലോമീറ്ററാണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത്. സോ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു മോട്ടറോടെയാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. 0 to 40 കിലോമീറ്റർ എത്തുവാൻ അറൗണ്ട് 2.1 സെക്കൻഡ്സ് ആണ് ഈ ഒരു വണ്ടിക്ക് വേണ്ടത്. സോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇനീഷ്യൽ ടോർക്ക് ആൻഡ് ഇനീഷ്യൽ പിക്കപ്പ് ഈ ഒരു മോഡൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ബ്രേക്കിങ്ങിൻ്റെ പോർഷനിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു മോഡൽ ഡ്യുവൽ ചാനൽ ABS ആണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അതും നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നി. EV സ്കൂട്ടർ വെച്ച് നോക്കുമ്പോൾ എല്ലാത്തിനും നമുക്ക് ആ ഒരു ഫ്രണ്ട് ബ്രേക്കാണ് ഡിസ്ക് വരാറുള്ള റെയർ പോർഷൻ നമുക്ക് ഡ്രം തന്നെയാണ് എല്ലാവരും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ ലേറ്റസ്റ്റ് ലോഞ്ച് ചെയ്ത ഏതർ പോലും അവർ ABS എന്ന് പറഞ്ഞൊരു ടെക്നോളജി അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. അതിന് അത്രയ്ക്ക് പ്രൈസ് റേഞ്ചിൽ വന്നിട്ട് പോലും ABS എന്നുള്ള ഫീച്ചർ അവർ നൽകിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഓല ഈ ഒരു മോഡൽ ഡീസൻ്റ് ആയിട്ട് തന്നെ ആ ഒരു മൂവ് ചെയ്തിട്ടുണ്ട്. ഡ്യുവൽ ചാനൽ ABS അവർ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രേക്ക് ബൈ വയർ എന്ന് പറഞ്ഞ ടെക്നോളജിയാണ് അവർ ഈ ഒരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ബ്രേക്കിങ്ങും ആൻഡ് റേഞ്ച് എഫിഷ്യൻസി ഇച്ചിരി ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ഒരു ബ്രേക്കിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ആ ഒരു പോർഷനിൽ ഓല ഡീസൻ്റ് ആയിട്ട് തന്നെ മൂവ് ചെയ്തിട്ടുണ്ട്. ഡ്യുവൽ ചാനൽ ABS ആണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഈ ഒരു മോഡലിന് ബെൽ ഡ്രൈവ് അല്ല വന്നിട്ടുള്ളത്. പ്രീവിയസ് മോഡലിനെ വെച്ച് നോക്കുമ്പോൾ ബെൽ ഡ്രൈവ് എന്നുള്ള സിസ്റ്റം മാറ്റി ഇതിൽ ചെയിൻ ഡ്രൈവ് ആക്കിയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മിഡ് ഡ്രൈവ് മോട്ടോഴ്സ് ആണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. പ്രീവിയസ് മോട്ടറിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി സൈസ് ചെറുതാക്കി വെയ്റ്റ്ലെസ് ആയ രീതിയിലാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള മോട്ടറാണെന്നാണ് ഓല പറഞ്ഞിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ സീറ്റിൻ്റെ പോർഷനിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഡ്യുവൽ ടോൺ സീറ്റാണ് നൽകിയിട്ടുള്ളത് വിത്ത് ന്യൂ കുഷനിങ് ആണ്. കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് കുഷനിങ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ആൻഡ് ടയറിൻ്റെ പോർഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡലിൽ സിയറ്റിൻ്റെ ടയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 12 ഇഞ്ച് ടയേഴ്സാണ് ഫ്രണ്ടിലും റയറിലും നമുക്ക് നൽകിയിട്ടുള്ളത്. അലോയ് വീൽസ് ആണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേയുടെ പോർഷനിൽ നോക്കുകയാണെങ്കിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. പ്രീവിയസ്ലി കണ്ടുവരുന്ന ആ ഒരു സെയിം TFT ഡിസ്പ്ലേ തന്നെയാണ് നൽകിയിട്ടുള്ളത്. വിച്ച് ടച്ച് കൺട്രോളിംഗ് ആണ് വന്നിട്ടുള്ളത്. ആൻഡ് ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് ഇതിനകത്ത് OS നമുക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. OS 5 ആണ് ഇതിനകത്ത് മൂവ് ചെയ്തിട്ടുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള OSലോട്ട് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഈ ഒരു മോഡലിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ബാറ്ററി വേരിയൻറ്റിലാണ് ഇത് വരുന്നത്. ഒന്ന് 4 കിലോ വാട്ടിൻ്റെ ബാറ്ററിയും അതുപോലെ 5.3 കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ്. 4 കിലോ വാട്ടിൻ്റെ ബാറ്ററിക്ക് വരുന്ന പ്രൈസ് 1.55 lakhs ആണ് വരുന്നത്. അതുപോലെ 5.3 കിലോ വാട്ടിൻ്റെ ബാറ്ററിക്ക് വരുന്നത് 1.70 lakhs ആണ് ഈ ഒരു മോഡലിൻ്റെ പ്രൈസ് വരുന്നത്. ഇതൊരു ഇൻട്രൊഡ്യൂസറി പ്രൈസ് ആണെന്നാണ് ഓല പറഞ്ഞിട്ടുള്ളത്. സോ ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയി കുറച്ച് കഴിയുമ്പോൾ പ്രൈസിൽ മേ ബി ചേഞ്ച് ഒക്കെ വരാവുന്നതാണ്. ആൻഡ് ഇനി മെയിൻ ആയിട്ടുള്ള ടോപ്പിക്ക് ഈ ഒരു മോഡലിൻ്റെ സർവീസാണ്. എനിക്കറിയാം ഞാനിപ്പോൾ ഓൺലൈനിൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ കമൻസ് കിട്ടുന്ന വീഡിയോ മേ ബി അതിൻ്റെ തന്നെ ആയിരിക്കും. അത്രയേറെ നെഗറ്റീവ്സ് വരുന്ന ഒരേ ഒരു മോഡൽ വീഡിയോ അത് ഓലയുടെ തന്നെയാണ്. അതെനിക്ക് ഞാൻ ഓരോ കസ്റ്റമേഴ്സിനോട് ചോദിക്കുമ്പോഴും അവർ സെയിം ഇഷ്യൂസ് തന്നെ ഫേസ് ചെയ്തിട്ടുണ്ട്. ഓലയുടെ ഒരു വണ്ടി നമ്മൾ യൂസ് ചെയ്ത് റിവ്യൂ ചെയ്യാത്തതും ഈ ഒരു കേസ് പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ടായിരുന്നില്ല വണ്ടി യൂസ് ചെയ്ത് റിവ്യൂ ചെയ്യാൻ വേണ്ടി. സോ അതുകൊണ്ട് തന്നെ ഇതുവരെ നമ്മൾ അതിൻ്റെ വീഡിയോ യൂസ് ചെയ്തതിന് ശേഷം ഒരു യൂസർ റിവ്യൂ എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചു. ബട്ട് നമ്മൾ ജെന്യുവനായിട്ട് പറയുന്നുള്ളതുകൊണ്ട് തന്നെ എനിക്കിതുവരെ വണ്ടി അവൈലബിൾ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സർവീസിൻ്റെ പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സർവീസിൽ ഒത്തിരിയേറെ നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു വണ്ടിക്ക്. അത് സർവീസ് സെൻറ്ററിൻ്റെ പോർഷനിൽ നിന്ന് അവർക്ക് ബൾക്കായിട്ടൊരു വണ്ടി വന്നപ്പോൾ അവർ ടേക്കപ്പ് ചെയ്യാനുള്ളൊരു എഫിഷ്യൻസി ഇല്ല. ഒരു വണ്ടി ഇറക്കി വിടുമ്പോൾ മസ്റ്റായിട്ട് നോക്കേണ്ടത് ആ ഒരു ഇറക്കി വിടുന്ന ആ ഒരു
നമ്പേഴ്സിനനുസരിച്ച് അത് സർവീസ് ചെയ്യാനുള്ള സർവീസ് സെൻറ്റേഴ്സ് അവൈലബിലിറ്റി ആയിരുന്നു ഓല നോക്കേണ്ടത്. സോ അതായിരുന്നു ഒരു ബാഡ് എക്സ്പീരിയൻസ് ഓലയിൽ ഉണ്ടായിരുന്നത്. ബട്ട് ഇപ്പോൾ ആ ഒരു ഹൈപ്പർ സർവീസ് എന്ന് പറഞ്ഞ് ഞാൻ റീസെൻ്റ്ലി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാതെ ഞാൻ ഐ ബട്ടണിൽ അത് നൽകിയേക്കാം. സോ ആ ഒരു സർവീസിൻ്റെ ശേഷം കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് ഓലയ്ക്ക്. സോ കംപ്ലീറ്റ്ലി അവർ റെക്ടിഫൈ ചെയ്തു എന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയില്ല. ബട്ട് കുറച്ചൊക്കെ അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് മിക്ക യൂസേഴ്സിനോടും ചോദിച്ച് പറയാൻ പറ്റിയത്. ആൻഡ് ഷോറൂംസിൻ്റെ എണ്ണവും ഇപ്പോൾ കൂടി വരുന്നുണ്ട്. സോ ഒട്ടും വൈകാതെ തന്നെ ഈ ഒരു ഇഷ്യൂ അവർ ഈ ഒരു സർവീസ് ഇഷ്യൂ ക്ലിയർ ചെയ്യുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇഷ്യൂ അവർ പയ്യെ സോൾവ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ കുറച്ചുകൂടി സർവീസ് സെൻറ്റേഴ്സിൻ്റെ അവൈലബിലിറ്റി കൂടുന്നുണ്ട്. ആൻഡ് സർവീസും കുറച്ചുകൂടി ബെറ്റർ ആയി എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ്സ് നിങ്ങൾ നിയറസ്റ്റ് ആയിട്ടുള്ള ഷോറൂംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ യൂസേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ഈ ഒരു വണ്ടി എടുക്കുക എന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരിക്കലും റെക്കമെൻഡേഷൻ വീഡിയോ അല്ല. നിങ്ങൾ ഈ ഓല വണ്ടി എടുത്തോളൂ എന്നുള്ള റെക്കമെൻഡേഷൻ വീഡിയോ അല്ല. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു ഓലയുടെ അപ്ഡേറ്റ് അല്ലെങ്കിൽ ആ ഒരു പുതിയ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ. കാരണം പ്രീവിയസ് വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് കമൻറ്റ്സ് വന്നായിരുന്നു നിങ്ങൾ പ്രൊമോഷൻ ചെയ്യുന്നതാണ്. ഡെഫിനറ്റ് ആയിട്ടും പ്രൊമോഷൻ വീഡിയോസ് കാര്യങ്ങളൊന്നും ഈ ഒരു ചാനലിൽ ചെയ്തിട്ടില്ല. നമ്മുടെ ജെന്യുവൻ ഒപ്പീനിയൻ എന്താണോ അത് മാത്രമേ നമ്മൾ ഈ ഒരു ചാനലിൽ ഇടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് തന്നെയാണ് ഞാൻ ഇടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മിക്ക മോഡൽസ് നിങ്ങളിപ്പോൾ ഈ ചാനൽ നോക്കിയറിയാം ചില മോഡൽസ് ഒന്നും നമുക്ക് ഇപ്പോഴും റിവ്യൂവിന് അവൈലബിൾ ആയി കിട്ടിയിട്ടില്ല. അതിന് മെയിൻ റീസൺ നമ്മൾ ജെന്യുവൻ ആയിട്ടുള്ള പറയും അവരുടെ കണ്ടീഷൻ അനുസരിച്ചുള്ള റിവ്യൂ നമ്മൾ പറയുന്നില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് മിക്ക മോഡൽസ് എനിക്കിപ്പോഴും റിവ്യൂ ചെയ്യാൻ പറ്റാത്തത്. സോ അതൊരു യൂസറിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വണ്ടി നമുക്ക് വണ്ടി യൂസ് ചെയ്യാൻ പറ്റിയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ റിവ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ നിയറസ്റ്റ് ഷോറൂംസിൻ്റെ അവസ്ഥ ഒന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഒപ്പീനിയനും കിട്ടിയതിന് ശേഷം മാത്രം ഈ ഒരു വണ്ടി എടുക്കാതെ ഞാൻ പറയുന്നുള്ളൂ. സോ ഇത്രയൊക്കെ തന്നെയാണ് ഓല S1 Pro Plus Gen 3യുടെ ഡീറ്റെയിൽസ്. ഈ ഒരു വണ്ടി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ സർവീസ് എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ദെൻ ബൈ.